അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ചെറിയൊരു ആയത്തിനെ കുറിച്ചാണ്. ഈ ആയത്ത് നിങ്ങൾ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവാണല്ലോ. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മെയും ഈ ലോകവും എല്ലാം സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആല പടക്കാൻ തന്നെ കാരണമായത്, സൃഷ്ടിക്കാൻ തന്നെ കാരണമായത് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ് തിങ്കളാഴ്ച ദിവസം, നാളെ. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞതും തിങ്കളാഴ്ച ദിവസമാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. എന്നാൽ നമുക്കൊക്കെ അറിയാം, ഏത് മഹത്വമേറിയ ദിവസത്തിനേക്കാൾ പോരിശ അതിൻ്റെ രാവിനാണ്. വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ പോരിശ വെള്ളിയാഴ്ച രാവിനാണ്. അതുപോലെ തിങ്കളാഴ്ച രാവിൽ പ്രിയപ്പെട്ടവരെ ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ രാത്രി, ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവ്, ഇന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ചെറിയ ഈ ആയത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് സ്വീകരിക്കും. മാത്രമല്ല ഈ ആയത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ, മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ആയത്ത് ജീവിതത്തിൽ പതിവാക്കുന്നവർ ഒരിക്കലും ഒരു കാര്യങ്ങളിലും അവർക്ക് പരാജയമുണ്ടാകില്ല. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് വേഗത്തിൽ നിറവേറ്റി കൊടുക്കും. മാത്രമല്ല അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും അവർക്കുണ്ടാകും. ധാരാളം ആളുകൾക്കും ഈ ആയത്ത് അറിയുന്നവരായിരിക്കും. എന്നാൽ ഈ ആയത്തിൻ്റെ ഈ വലിയ നേട്ടങ്ങൾ അവർക്ക് അറിയില്ലായിരിക്കും. അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും ഈ ആയത്ത് ജീവിതത്തിൽ ഓതാതെ പോകില്ല. അത്രക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ആയത്താണ് ഇത്. ഈ ആയത്ത് നമുക്ക് ജീവിതത്തിൽ ഓതാൻ അധിക സമയമൊന്നും നമ്മൾ ചിലവാക്കേണ്ടി വരില്ല. സെക്കൻഡുകൾ മാത്രം ചിലവഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന, നമ്മെ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ഇത്. ഈ ആയത്ത് നമ്മൾ ജീവിതത്തിൽ ഓതുന്നത് കൊണ്ട് ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ആയത്ത് ജീവിതത്തിൽ ഓതാതെ പോകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ആയത്ത് എല്ലാ ദിവസവും ഓതാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ആയത്ത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം, ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രാവശ്യം ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സഹായമായിട്ട് അവരുടെ 4 ഭാഗത്തായിട്ട് 70,000 മലക്കുകളെ അവർക്ക് അയച്ചു കൊടുക്കും. മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. നിങ്ങൾ ഒരു ജോലിയുടെ ആവശ്യത്തിനാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് പോലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് ആ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ആ ജോലി തന്നിരിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ വില്ലേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ബാങ്കിലോ അങ്ങനെ തുടങ്ങിയ എന്ത് തന്നെ ഓഫീസുകളിലും നിങ്ങൾ പോയി ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറി കിട്ടണമെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. അതിൽ എന്ത് തന്നെ തടസ്സമുണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം നീങ്ങി
ഓഫീസുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നിങ്ങൾക്ക് നല്ല സഹായം ചെയ്യുകയും നിങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിപ്പിച്ചു തരികയും അത് റെഡിയാക്കി തരികയും ചെയ്യും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ഇത്. ഇനി നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് എത്ര തന്നെ ചോദിച്ചിട്ടും നിങ്ങൾക്ക് പണം തിരികെ തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ അവരോട് പണം ചോദിക്കാൻ പോകുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പണം അവർ തിരികെ തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ഹലാലായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് അതിന് ഇറങ്ങിത്തിരിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കും. മാത്രമല്ല ഈ ആയത്ത് ഓതിക്കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ 70,000 മലക്കുകൾ നമുക്ക് കാവൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ യാത്രയിൽ ഒരു അപകടങ്ങളും ഉണ്ടാകില്ല. ആർക്കും നമ്മെ പറ്റിക്കാൻ സാധിക്കില്ല. നമ്മൾ പോകുന്ന വഴികളിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും. കാരണം അതിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല 70,000 മലക്കുകളെ നമുക്ക് സഹായമായിട്ട് അയച്ചു തരുന്നത്. ഇനി നിങ്ങൾ പോകുന്ന വഴികളിൽ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളോട് വലിയ ദയ തോന്നും, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് വലിയ പേടി തോന്നി അവർ നിങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറും. കാരണം മലക്കുകളാണ് നിങ്ങൾക്ക് സഹായമായിട്ട്, അതും 70,000. അതുകൊണ്ട് തന്നെ ഒരു ശൈത്താനും എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവർക്കൊന്നും നിങ്ങളെ തൊടാൻ പോലും സാധിക്കുകയില്ല. ഇനി രണ്ടാമത്തെ നേട്ടം, നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകില്ല. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിന്നീട് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. പണത്തിന് ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത്, വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സലാം പറയണം എന്നുള്ളത്. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ് ഓതണം എന്നുള്ളതും, അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ആയത്തും ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുക. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങൾക്ക് പിന്നീട് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല, ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യം വരില്ല. ഇനി മൂന്നാമത്തേത്, ആരെങ്കിലും ഒരാൾ എല്ലാ വുളൂ ചെയ്യുന്ന സമയത്തും വുളൂ ചെയ്തതിന് ശേഷം ഈ ആയത്ത് ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ 70 ദറജ ഉയർത്തും. അപ്പോൾ മരണം വരെ എല്ലാ വുളൂ ചെയ്തതിൻ്റെ ശേഷവും നമ്മൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആഖിറത്തിൽ വലിയ വിജയം നൽകും. നമുക്ക് ആഖിറത്തിൽ വലിയ വിജയം അതുകൊണ്ട് ഉണ്ടാകും. ഇനി നാലാമത്തെ നേട്ടം, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഖുർആനും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചവരുമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ആയത്തും നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഉറക്കം ഉണരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേക മലക്കുകളുടെ കാവൽ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഉറക്കിൽ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ദുസ്വപ്നങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണൂല. മാത്രമല്ല ശൈത്താൻ്റെ ശല്യങ്ങളോ കള്ളന്മാരുടെ ശല്യങ്ങളോ മറ്റു ജീവജാലങ്ങളുടെ ശല്യങ്ങളോ ഒന്നും നിങ്ങൾക്കുണ്ടാകില്ല. അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾ ഉണരും വരെ നിങ്ങൾക്കുണ്ടാകും. അതിനാണ് നിങ്ങളുടെ അടുത്തേക്ക് മലക്കുകളെ അയക്കുന്നത്. ഇനി അഞ്ചാമതായി നമുക്ക് ലഭിക്കുന്ന നേട്ടം, ഇത് വലിയ ഒരു നേട്ടമാണ്.
അതായത് എല്ലാ 5 വക്ത് ഫർള് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണം മാത്രമേ ഒരു തടസ്സമായിട്ടുണ്ടാവുകയുള്ളൂ. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇനി ഏതാണ് ആ ആയത്ത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാം എല്ലാവർക്കും കാണാതെ അറിയുന്ന, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസിയുടെ മഹത്വം മനസ്സിലാകാത്തത് കൊണ്ടാണ് ധാരാളം ആളുകളും അവരുടെ ജീവിതത്തിൽ ഇത് ഓതാത്തത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് ജീവിതത്തിൽ ഓതിയാൽ വലിയ ഗുണം നമുക്കതുകൊണ്ട് ലഭിക്കും എന്നുള്ളത്. ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവ് മാത്രമല്ല, നമുക്ക് ദുനിയാവും ആഖിറവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നമുക്ക് ദുനിയാവും ആഖിറവും വേണം. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു തന്ന ഈ സമയങ്ങളിലൊക്കെ, ഈ നേരത്തൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ആയത്തുൽ കുർസി ഓതുക. ധാരാളം ഓതുന്നതാണ് എത്രയും നല്ലത്. എന്നാൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറഞ്ഞു തന്ന ഈ സമയത്തൊക്കെ നിങ്ങൾ ഓതുക. എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഈ ആയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിക്കൊണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കല്ലേ. ധാരാളം ഓതിക്കൊണ്ട് ദുആ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചുരുങ്ങിയത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ആയത്ത് ഓതിക്കൊണ്ട് ദുആ ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഈ ആയത്ത് ജീവിതത്തിൽ പതിവായി ഒരു പ്രാവശ്യമെങ്കിലും ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടി തരട്ടെ. സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.